ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യേ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമ. ഓം ശ്രീ ലളിതാദേവ്യേ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 40 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 40 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ 111 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 41 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം ആ ശ്ലോകങ്ങൾ വായിക്കാം. പിന്നെ ഓരോ ശ്ലോകങ്ങളെടുത്ത് ഓരോ ശ്ലോകത്തിൽ എത്ര നാമങ്ങളുണ്ട് ഓരോ നാമങ്ങളെടുത്ത് വ്യാഖ്യാനിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ശ്ലോകങ്ങൾ വായിക്കാം. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്തസൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശാംഭവി ശാരദാരാധ്യ സർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സാധ്വി ശരശ്ചന്ദ്രനിഭാനന ശാതോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര. ഇതാണ് ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകം എടുക്കാം. 41. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്തസൗഭാഗ്യദായിനി. ഇതാണ് ശ്ലോകം. 6 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. ആദ്യത്തെ നാമം ഭവാനി, രണ്ടാമത്തെ നാമം ഭാവനാഗമ്യ, മൂന്നാമത്തെ നാമം ഭവാരണ്യകുഠാരിക, നാലാമത്തെ നാമം ഭദ്രപ്രിയ, അഞ്ചാമത്തെ നാമം ഭദ്രമൂർത്തി, ആറാമത്തെ നാമം ഭക്തസൗഭാഗ്യദായിനി. ഇനി ആദ്യം മുതൽ ആ നാമങ്ങൾ ഓരോന്നെടുത്ത് അതിൻ്റെ അർത്ഥം നോക്കാം. ആദ്യത്തെ നാമമാണ് ഭവാനി. ഭവാനി എന്ന് പറഞ്ഞാൽ ഭവാൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, ഭവാനി സ്ത്രീലിംഗം. ഭവാന്റെ പത്നി അല്ലെങ്കിൽ ഭവൻ്റെ പത്നി ഭവാനി. ഭവനാരാ? മഹാദേവൻ, ശിവൻ. അപ്പോൾ ശിവൻ്റെ പത്നിയായിരിക്കുന്നവൾ ശിവാനി അല്ലേ? അതുപോലെ ഭവൻ്റെ പത്നിയായിരിക്കുന്നവൾ ഭവാനി. ഭവൻ മഹാദേവനാണ്, ശിവനാണ്. ഇനി ഭവാനി എന്നുള്ളതിന് ഭവം എന്ന് പറഞ്ഞാൽ ഭവിപ്പിക്കുന്നവൾ, അതായത് എന്തിനെയെങ്കിലും ഉണ്ടാക്കുന്നവൾ, ചലിപ്പിക്കുന്നവൾ, നടത്തിപ്പിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഭഗവാനെ, ശിവനെ പ്രളയകാലത്ത് സംഹാര സമയത്ത് സഹായിക്കുന്നത്, എല്ലാത്തിനും സഹായിക്കുന്നത് ദേവിയാണ്. അപ്പം നമ്മളുടെ സൗന്ദര്യ ലഹരിയിൽ ശിവശക്തിയായുക്തോ യതി പ്രഭവിതം ശക്തപ്രഭവിതം എന്ന് പറഞ്ഞ ഇതില്ലേ ശ്ലോകം? ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതം നചേദേവം ദേവോ ന ഖലു ശലസ്പന്ദിതുമപി. അതായത് മഹാദേവന്, ശിവന് സ്പന്ദിക്കണമെങ്കിൽ പോലും ദേവി കൂടെ ഉണ്ടാകണം, ദേവിയുടെ അനുഗ്രഹം വേണം. അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചലിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ ശിവനെ ചലിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിലും
ഭവാനി എന്ന് ദേവിക്ക് പേര്. ഭവിപ്പിക്കുന്നവൾ, ചലിപ്പിക്കുന്നവൾ, അതുപോലെ ശിവൻ്റെ ശക്തി ആയിരിക്കുന്നവൾ, ശിവശക്തിയായുക്തം. അപ്പോൾ ശിവൻ്റെ പത്നിയായിരിക്കുന്നവൾ എന്നർത്ഥം. രണ്ടാമത്തെ നാമം ഭാവനാഗമ്യ. ഭാവനാഗമ്യ, ഗമിക്കുക എന്ന് പറഞ്ഞാൽ പോവുക, നടക്കുക ഒക്കെ. അപ്പം പ്രാപിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഭാവന കൊണ്ട് ഗമിക്കപ്പെടുന്നവൾ. ഭാവന എന്ന് ഇവിടെ പറഞ്ഞാൽ ആത്മജ്ഞാനം, അതിന് താല്പര്യമുള്ളവൾ എന്നർത്ഥം. അതായത് ഭാവന കൊണ്ട് ഗമിക്കപ്പെടുന്നവൾ. ദേവി ഭാവിക്കുമ്പോൾ തന്നെ എത്തിപ്പെടാൻ പറ്റുന്നു. അതുകൊണ്ട് ആത്മജ്ഞാനം എന്നർത്ഥം. അത് ഉള്ളവൾ, ഭാവനാഗമ്യ, ഭാവന കൊണ്ട് ഗമിക്കപ്പെടുന്നവൾ എന്നർത്ഥം. അടുത്ത നാമം ഭവ ആരണ്യ കുഠാരിക. ഭവ ആരണ്യം, ഭവം എന്ന് പറഞ്ഞാൽ സംസാരം, ലോകം, പ്രപഞ്ചം എന്നൊക്കെ അർത്ഥം. അപ്പം ഭവ ആരണ്യം, ആരണ്യം കാട്, വനം എന്നൊക്കെ അർത്ഥം. അതിന് കുഠാരിക. കുഠാരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടാലിയാണ്, മഴു, ചെറിയ കൈക്കോടാലിയാണ് കുഠാരിക എന്ന് പറയുന്നത്. അപ്പം ഭവ ആരണ്യ കുഠാരിക എന്ന് പറഞ്ഞാൽ സംസാരമാകുന്ന ആരണ്യത്തിന് മഴുവായി അല്ലെങ്കിൽ കൈക്കോടാലിയായിരിക്കുന്നവൾ എന്നർത്ഥം. ഭവ ആരണ്യ കുഠാരിക. അടുത്ത നാമം ഭദ്രപ്രിയ. ഭദ്ര ശബ്ദത്തിനെല്ലാം പ്രിയമായിരിക്കുന്നവൾ. ഭദ്രം എന്ന അതെന്തൊക്കെയുണ്ടോ അതെല്ലാം പ്രിയമായിരിക്കുന്നവൾ എന്നർത്ഥം. പിന്നെ ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളം എന്നൊരർത്ഥമുണ്ട്. ഭദ്രത്തിന് ഭദ്രൻ എന്ന് പറഞ്ഞാൽ ഭദ്ര ശബ്ദത്തിനെല്ലാം പ്രിയമായിരിക്കുന്നവൾ എന്നും മംഗളപ്രിയ എന്നും ഭദ്രന് പ്രിയമുള്ളവൾ. ഭദ്രൻ ആരാണ്? മഹാദേവൻ, ശിവൻ. അപ്പം ശിവന് പ്രിയമുള്ളവൾ എന്നും അർത്ഥം. അടുത്തത് ഭദ്രമൂർത്തി. ഭദ്രമൂർത്തി, ഭദ്രമായ മൂർത്തിയായിരിക്കുന്നവൾ. ഭദ്രമായ മൂർത്തിയായിരിക്കുന്നവൾ, ഭദ്രയുടെ മൂർത്തിയായിരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. ഇനി ഭക്ത സൗഭാഗ്യദായിനി. ഭക്തന്മാർക്ക് സൗഭാഗ്യത്തെ നൽകുന്നവൾ. ദായിനി എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നവൾ. ഭക്തന്മാർക്ക് സൗഭാഗ്യത്തെ, എല്ലാവിധ സൗഭാഗ്യത്തെയും നൽകി അനുഗ്രഹിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ഭക്ത സൗഭാഗ്യദായിനി. അപ്പോൾ ഈ ശ്ലോകം ഭവാനി, ഭവൻ്റെ പത്നിയായിരിക്കുന്നവൾ, ഭാവനാഗമ്യ, ഭാവന കൊണ്ട് ഗമിക്കപ്പെടുന്നവൾ, ഭവാരണ്യ കുഠാരിക, സംസാരമാകുന്ന വനത്തിന് കൈക്കോടാലിയായിരിക്കുന്നവൾ, ഭദ്രപ്രിയ, ഭദ്രശബ്ദത്തിനെല്ലാം പ്രിയമായിരിക്കുന്നവൾ എന്നും, ഭദ്രൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ എന്ന് അർത്ഥമുള്ളതുകൊണ്ട് ഭദ്രന് പ്രിയമായിരിക്കുന്നവൾ എന്നും അർത്ഥം. ഭദ്രമൂർത്തി എന്ന് പറഞ്ഞാൽ ഭദ്രമായ മൂർത്തിയായിരിക്കുന്നവൾ, അല്ലെങ്കിൽ ഭദ്രയുടെ മൂർത്തിയായിരിക്കുന്നവൾ. ഭദ്ര, മഹാകാളി, ഭദ്ര എന്നൊക്കെ പറയും ദേവിയെ. ആ മൂർത്തിയായിരിക്കുന്നവളെന്നും, ഭക്ത സൗഭാഗ്യദായിനി, ഭക്തന്മാർക്ക് സൗഭാഗ്യത്തെ ദാനം ചെയ്യുന്നവളെന്നും ഭക്ത സൗഭാഗ്യദായിനി. അപ്പോൾ ഈ ശ്ലോകം ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി. ഇനി അടുത്ത ശ്ലോകം ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശാംഭവി ശാരദാരാധ്യ സർവാണി ശർമ്മദായിനി. ഈ ശ്ലോകത്തിൽ 8 നാമങ്ങളുണ്ട്. ഏതൊക്കെയാണ് നാമങ്ങൾ? ഭക്തിപ്രിയ, ഭക്തിഗമ്യ, ഭക്തിവശ്യ, ഭയാപഹ, ശാംഭവി, ശാരദാരാധ്യ, സർവാണി ശർമ്മദായിനി. 8 നാമങ്ങൾ. ആദ്യത്തെ നാമം ഭക്തിപ്രിയ, ഭക്തിയോട് പ്രിയമുള്ളവൾ എന്നും ഭക്തിയാൽ പ്രീതയാകുന്നവളെന്നും നമുക്ക് അർത്ഥമെടുക്കാം.
അപ്പം ദേവിയോട് അല്ലെങ്കിൽ ദേവിയെ അറിയണം, ദേവിയെ പ്രാപിക്കണമെങ്കിൽ ഭക്തി വേണം. അപ്പോൾ ഭക്തി ഉണ്ടെങ്കിൽ ദേവിയെ വേഗം നമുക്ക് പ്രീതയാക്കാൻ പറ്റും. ഭക്തിഗമ്യ അടുത്ത നാമം, ഭക്തി കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവൾ. അപ്പം ഭക്തി കൊണ്ട് മാത്രമേ ദേവിയെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭക്തിഗമ്യ എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം ഭക്തിവശ്യ, ഭക്തി കൊണ്ട് വശത്താക്കാൻ പറ്റുന്നു ദേവിയെ. ദേവിയെ വശീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ വശത്തേക്ക് ആക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഭക്തി മാത്രം മതി. ഭക്തി കൊണ്ട് വശീകരിക്കാൻ കഴിയുന്നവളാണ് ദേവി. അതുകൊണ്ട് ഭക്തിവശ്യ. അടുത്ത നാമം ഭയാപഹ, ഭയം ആപഹം ചെയ്യുന്നവൾ. ഭയം എന്ന് പറഞ്ഞാൽ പേടി, ആപഹം ചെയ്യുക, ഇല്ലാതാക്കുക, നശിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഭയാപഹ എന്ന് പറഞ്ഞാൽ ഭയത്തെ ദൂരീകരിക്കുന്നവൾ അല്ലെങ്കിൽ ഭയത്തെ ഇല്ലാതാക്കുന്നവൾ. അതിന് അടുത്തത് ശാംഭവി. ശാംഭവി എന്ന് പറഞ്ഞാൽ ശംഭുവിൻ്റെ പത്നി എന്ന് ഒരർത്ഥം. ശം എന്ന് പറഞ്ഞാൽ ശുഭം. പിന്നെ ശംഭവതി ഇതി ശാംഭവി, അതായത് ശാംഭവി ദേവി, ഒരു ദേവിയുണ്ട്, 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദേവി. ആ ദേവിയുടെ പേര് ശാംഭവി എന്നാണ്. ശംഭുവിൻ്റെ പത്നി എന്നും അർത്ഥം. അടുത്ത നാമം ശാരദാരാധ്യ, ശാരദാദേവിയാൽ ആരാധിക്കപ്പെടുന്നവൾ. ശാരദ എന്ന് പറഞ്ഞാൽ പണ്ഡിത എന്ന ഒരർത്ഥമുണ്ട്. പിന്നെ ശരത്കാലം, ശാരദ ശരത്കാലം, അതായത് ശരത്കാലത്തെ ആരാധിക്കുന്നവൾ, സരസ്വതി എന്നും പേരുണ്ട്. അപ്പം ശാരദാദേവിയാൽ ആരാധിക്കപ്പെടുന്നവൾ, ശാരദാരാധ്യ, ശാരദാദേവിയാൽ ആരാധിക്കപ്പെടുന്നവൾ. ഇനി അടുത്ത നാമം ശർവാണി. ശർവൻ എന്ന് പറഞ്ഞാൽ ശിവൻ, മഹാദേവൻ. ശർവൻ്റെ പത്നി ആയതുകൊണ്ട് ശർവാണി. പ്രളയകാലത്ത് ശിവന് സഹായിക്കാനായിട്ട് ശക്തിയുള്ളവളാണ് ദേവി. പറഞ്ഞില്ലേ, സംഗ്രഹം നടത്തുന്ന സമയത്ത്, സംഹാര സമയത്ത് ദേവി അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ് ശിവന് തൻ്റെ ജോലികളെല്ലാം ശരിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ശർവാണി, ശർവൻ്റെ പത്നി എന്ന് അർത്ഥം വരുന്നു. ശിവൻ്റെ പത്നി എന്ന അർത്ഥത്തിൽ ശർവാണി, ശിവനെ സഹായിക്കാൻ ശക്തിയുള്ളവൾ, ശർവാണി. ഇനി ശർമ്മദായിനി. ശർമ്മം എന്ന് പറഞ്ഞാൽ സുഖം, സന്തോഷം എന്നൊക്കെ അർത്ഥമുണ്ട്. ശർമ്മം, മംഗളം. അപ്പോൾ ശർമ്മദായിനി, ദാനം കൊടുക്കുന്നവൾ, ദാനം ചെയ്യുന്നവൾ. ശർമ്മം സുഖം, സുഖത്തെ കൊടുക്കുന്നവൾ, ശർമ്മത്തെ നൽകുന്നവൾ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭക്തിപ്രിയ, ഭക്തിയോട് പ്രിയമുള്ളവൾ; ഭക്തിഗമ്യ, ഭക്തി കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവൾ; ഭക്തിവശ്യ, ഭക്തി കൊണ്ട് വശീകരിക്കാൻ കഴിയുന്നവൾ; ഭയാപഹ, ഭയത്തെ ദൂരീകരിക്കുന്നവൾ; ശാംഭവി, ശംഭുവിൻ്റെ പത്നി; ശാരദാരാധ്യ, ശാരദാദേവിയാൽ ആരാധിക്കപ്പെടുന്നവൾ; ശർവാണി, ശർവൻ്റെ പത്നി; ശർമ്മദായിനി, സുഖത്തെ കൊടുക്കുന്നവൾ. അപ്പോൾ ഈ ശ്ലോകം ഭക്തിപ്രിയ, ഭക്തിഗമ്യ, ഭക്തിവശ്യ, ഭയാപഹ, ശാംഭവി, ശാരദാരാധ്യ, ശർവാണി, ശർമ്മദായിനി. അടുത്ത ശ്ലോകം ശാങ്കരി, ശ്രീകരി, സാത്വി, ശരശ്ചന്ദ്രനിപാനന, ശാതോദരി, ശാന്തിമതി, നിരാധാര, നിരഞ്ജന. ആദ്യത്തെ നാമം ശാങ്കരി. ശ്യാം കരി, കരി എന്ന് പറഞ്ഞാൽ ചെയ്യുക, ശ്യാം എന്ന് പറഞ്ഞാൽ മംഗളം, ശുഭം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ശുഭത്തെ ചെയ്യുന്നവൾ, മംഗളത്തെ ചെയ്യുന്നവൾ എന്ന് ശാങ്കരിക്ക് ഒരർത്ഥം. പിന്നെ ശംകരൻ, പുല്ലിംഗത്തിൽ ശം ചെയ്യുന്നവൻ ശങ്കരൻ എന്ന് മഹാദേവന് പേരുണ്ട്. അപ്പോൾ ആ ശങ്കരൻ്റെ പത്നി ആയതുകൊണ്ടും ശാങ്കരി.
അങ്ങനെ ശാങ്കരി എന്നുള്ളതിന് ശം ചെയ്യുന്നവൾ, മംഗളത്തെ ചെയ്യുന്നവളെന്നും ശങ്കരൻ്റെ പത്നിയെന്നും രണ്ടർത്ഥം. ഇനി ശ്രീകരി, ശ്രീ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, വെൽത്ത്, ഐശ്വര്യം എന്നൊക്കെ അർത്ഥം. ശ്രീകരി എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ ചെയ്യുന്നവൾ അല്ലെങ്കിൽ ഐശ്വര്യത്തെ നൽകുന്നവൾ എന്നൊക്കെ അർത്ഥം. അപ്പം ശ്രീകരി. ഇനി ശ്രീ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ സഹോദരി ശ്രീ ഉണ്ട്, അതും അങ്ങനെ എടുക്കാം. അപ്പോൾ ശ്രീകരി ഐശ്വര്യത്തെ കൊടുക്കുന്നവൾ എന്ന്, ഐശ്വര്യത്തെ ചെയ്യുന്നവൾ, ഐശ്വര്യത്തെ കൊടുക്കുന്നവൾ. അടുത്ത നാമം സാധ്വി. സാധു എന്ന ക്രിയയിൽ നിന്ന് ഉണ്ടായതാണ് സാധ്വി. അതായത് സാധുവായിരിക്കുന്നവൾ, പതിവ്രതയായിരിക്കുന്നവൾ എന്ന് ഇവിടുത്തെ അർത്ഥം. പതിവ്രതയായിരിക്കുന്നവൾ. അടുത്ത നാമം ശരശ്ചന്ദ്ര നിഭാനന. ശരത്ത്, ശരത്കാലം. ചന്ദ്രൻ, ചന്ദ്രൻ തന്നെ. അപ്പം നിഭ എന്ന് പറഞ്ഞാൽ പ്രകാശം, അല്ലെങ്കിൽ പ്രകാശിക്കുക. ആനനം, മുഖം. അപ്പോൾ ശരശ്ചന്ദ്ര നിഭാനന എന്ന് പറഞ്ഞാൽ ശരത്കാലത്തെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന ആനനത്തോടു കൂടിയവൾ. ആനനം, മുഖം. അപ്പോൾ ശരത്ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവൾ, ശരത്കാലത്തെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവൾ എന്നർത്ഥം. മഴക്കാലം കഴിഞ്ഞ് വരുന്ന കാലമാണ് ശരത്കാലം. നല്ല നല്ല ഇതായിരിക്കും ആ സമയം. അപ്പോൾ ആ സമയത്ത് ചന്ദ്രൻ നല്ലതായിട്ട് പ്രകാശിക്കും. അതുകൊണ്ടാണ് നിലാവുള്ള സമയം എന്നൊക്കെ പറയില്ലേ, അതാണ് ശരത്കാലത്തെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവൾ. അടുത്ത നാമം ശാതോദരി. ശാതോദരി എന്ന് ഇവിടെ പറഞ്ഞാൽ മെലിഞ്ഞ ഉദരത്തോടു കൂടിയവൾ, അതായത് കൃശാംഗി എന്ന് പറയില്ലേ, അതായത് എന്താ അതിന് പറയുക, ഒട്ടിയ വയറോട് കൂടിയവൾ. അതാണ് ശാതോദരി. മെലിഞ്ഞ കൃശമായ ഉദരത്തോടു കൂടിയവൾ, ഒട്ടിയ വയറോട് കൂടിയവൾ എന്നർത്ഥം. ദേവിയുടെ സൗന്ദര്യത്തെ കാണിക്കുന്നതാണ് ഒട്ടിയ വയറ്. പിന്നെ ശാന്തിമതി. അതുകൂടാതെ ഒട്ടിയ വയറെന്ന് പറയുമ്പോൾ ദേവിക്ക് എല്ലാത്തിനും സംഹാരകാലത്ത് ദേവി ഫുൾ എല്ലാ പ്രപഞ്ചവും തന്നിലേക്കാക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ശക്തിയുള്ളവളാണ്. അപ്പോൾ വയറ് നിറഞ്ഞിരുന്നാൽ അതിലേക്ക് പിന്നെ വല്ലതും പോകുമോ? ഇല്ലല്ലോ. അതുകൊണ്ടും ശാതോദരി എന്ന് പറയാം. അപ്പോൾ ഒട്ടിയ വയറോട് കൂടിയവൾ, മെലിഞ്ഞ ഉദരത്തോടു കൂടിയവൾ, സൗന്ദര്യമുള്ളവൾ എന്നും എടുക്കാം. ശാന്തിമതി. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. ശാന്തി, ശാന്തം. അപ്പം ശാന്ത സ്വഭാവമുള്ളവൾ, ശാന്തമായ ബുദ്ധിയോട് കൂടിയവൾ ശാന്തിമതി. അടുത്തത് നിരാധാര. നിരാധാര എന്ന് പറഞ്ഞാൽ ആരെയും ആശ്രയിക്കാത്തവൾ. ദേവിക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ദേവിക്ക് എല്ലാം തന്നെ ചെയ്യാനുള്ള കഴിവുണ്ട്. പൂർണ്ണ സ്വതന്ത്രയാണ്. ആരെയും ആശ്രയിക്കാത്തവൾ, അതാണ് നിരാധാര. അടുത്ത നാമം നിരഞ്ജന. ഇവിടുത്തെ അഞ്ജനം എന്ന് പറയുന്നത് പാപം, കളങ്കം എന്നൊക്കെ എടുക്കാം. അപ്പം നിർഗമമായ അഞ്ജനത്തോടു കൂടിയവൾ. നിർഗമമായ എന്ന് പറഞ്ഞാൽ പോയ, കളങ്കമില്ലാത്തവൾ എന്നർത്ഥം. നിരഞ്ജന, കളങ്കമില്ലാത്തവൾ. അപ്പോൾ ഈ ശ്ലോകത്തിൽ ശാങ്കരി ശം മംഗളത്തെ ചെയ്യുന്നവൾ, ശ്രീകരി സമ്പത്ത് ഐശ്വര്യത്തെ കൊടുക്കുന്നവൾ, സാധ്വി പതിവ്രതയായിരിക്കുന്നവൾ, ശരശ്ചന്ദ്ര നിപാനന ശരത്കാലത്തെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവൾ, ശാതോദരി മെലിഞ്ഞ കൃശമായ ഉദരത്തോടു കൂടിയവൾ, ശാന്തിമതി ശാന്ത സ്വഭാവമുള്ളവൾ അല്ലെങ്കിൽ ശാന്തമായ ബുദ്ധിയോടു കൂടിയവൾ, നിരാധാര ആരെയും ആശ്രയിക്കാത്തവൾ, നിരഞ്ജന നിർഗമമായ അഞ്ജനത്തോടു കൂടിയവൾ. ഈ ശ്ലോകം ശാങ്കരി ശ്രീകരി സാധ്വി ശരശ്ചന്ദ്ര നിഭാനന ശാതോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന. അടുത്ത ശ്ലോകം നിർമ്മല നിർലേപ
നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ 10 നാമങ്ങളുണ്ട്. നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ 10 നാമങ്ങൾ. ആദ്യത്തെ നാമം നോക്കാം. നിർലേപ, ലേപം, ലേപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുക എന്നർത്ഥം. അപ്പോൾ ഈ ലേപം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലേപം കർമ്മബന്ധം. നമ്മൾക്കൊക്കെ ആയിട്ട് കർമ്മബന്ധങ്ങളുണ്ടല്ലേ, അച്ഛൻ അമ്മ ബന്ധുക്കൾ സ്വന്തക്കാർ പിന്നെ കൂട്ടുകെട്ടുകൾ നമ്മുടെ കൂട്ടുകാർ സഹോദരങ്ങൾ ഒക്കെ ബന്ധങ്ങൾ. ദേവിക്ക് ഈ പറയുന്ന യാതൊരു ബന്ധവും ഇല്ല. എന്തുകൊണ്ടാണ്? ദേവി അജയാണ്. അല്ലെങ്കിൽ ദേവിക്ക് ഈ ഒരു ബന്ധങ്ങളും ഇല്ല, ദേവി ജനിച്ചവളല്ല. അതുകൊണ്ട് ദേവിക്ക് കർമ്മബന്ധമില്ല. നമ്മൾക്കൊക്കെ കർമ്മബന്ധങ്ങളുണ്ട്. ഇത് കർമ്മബന്ധമൊന്നും ഇല്ലാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് നിർലേപ, കർമ്മബന്ധം തൊട്ട് തീണ്ടാത്തവൾ, അതായത് ഒട്ടിപ്പിടിക്കാത്തവൾ എന്നർത്ഥം. നിർമ്മല, ഇവിടുത്തെ മലമില്ലാത്തവൾ, മാലിന്യമില്ലാത്തവൾ. മലം എന്ന് പറയുന്ന അജ്ഞാനമാകുന്ന മലം. അപ്പം അജ്ഞാനമാകുന്ന മലം തീണ്ടാത്തവൾ അല്ലെങ്കിൽ മാലിന്യമില്ലാത്തവൾ നിർമ്മല. അടുത്ത നാമം നിത്യ, നിത്യ എന്ന് നിലനിൽക്കുന്നവൾ. വർത്തമാനകാലത്തും ഭാവി കാലത്തും ഭൂതകാലത്തും എല്ലാം ഉള്ളവൾ. ഈ ജനിക്കുന്നതൊക്കെയാണ് മരിക്കുന്നത്, അല്ലാതെ നശിക്കുന്നത് അല്ലേ. ജനിക്കുന്നത് എന്തും നശിക്കും. എന്നാൽ ദേവിക്ക് ആ ജനനമില്ലാത്ത കൊണ്ട് തന്നെ നാശവുമില്ല. അപ്പോൾ ദേവി നിത്യയാണ്, എന്നും നിലനിൽക്കുന്നവളാണ് നിത്യ എന്ന്. നിരാകാര, ആകാരമില്ല ദേവിക്ക്. അത് ആവശ്യം അനുസരിച്ച് ആകാരം ദേവി അവതാരം എടുക്കുന്നതാണ്. ആകൃതി ഇല്ല ദേവിക്ക്. ഇന്ന ആകൃതിയിലാണ് ദേവി ഇരിക്കുന്നത്, ഇന്ന രൂപത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെയൊക്കെ മനസ്സിൽ നമ്മൾക്ക് എങ്ങനെ തോന്നുന്നോ അങ്ങനെ തന്നെ അതേ രൂപത്തിൽ നമ്മൾക്ക് പ്രത്യക്ഷപ്പെടും ദേവി. അപ്പോൾ ഏത് രീതിയിൽ കാണുന്നോ അതിലാണ് ദേവിയുടെ ആകൃതി. അതുകൊണ്ട് ദേവി നിരാകാരം, ആകാരം ആകൃതിയാണ്. അപ്പോൾ ആകാരമില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ ആകൃതി ഇല്ലാത്തവൾ. ഇനി നിരാകുല, ആകുലം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ, ആകുലതകളില്ലാത്തവൾ, ദുഃഖങ്ങളൊന്നുമില്ലാത്തവൾ നിരാകുല. ദുഃഖങ്ങൾ, കർമ്മബന്ധമില്ലെങ്കിൽ ദുഃഖങ്ങളുണ്ടാവുമോ? ഇല്ല. അപ്പം ദുഃഖങ്ങളൊന്നുമില്ല, കർമ്മബന്ധവുമില്ല. അതുകൊണ്ട് ദേവിക്ക് ഒരു ദുഃഖവും ഇല്ല. നിരാകുല, ആകുലതകളൊന്നും ഇല്ലാത്തവൾ എന്നർത്ഥം. അടുത്ത നാമം നിർഗുണ, ഗുണങ്ങൾ ഏതൊരുള്ളിൽ നിന്ന് നിർഗമിക്കുന്നു അവൾ നിർഗുണ. അപ്പം ഗുണങ്ങളില്ലാത്തത്, ഗുണങ്ങൾക്കും അതീതയായവൾ. ഏത് ഗുണങ്ങളാണ്? നമ്മുടെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, എല്ലാ ഗുണങ്ങളിൽ നിന്നും നിർഗമിച്ചവളാണ്. ഗുണങ്ങൾക്കെല്ലാം അതീതയാണ് ദേവി. അതുകൊണ്ട് നിർഗുണ എന്ന് ദേവിക്ക് പേര്. അടുത്തത് നിഷ്കല. കല എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഒന്ന് അംശം എന്നൊരർത്ഥമുണ്ട്, അംശം. പിന്നെ വേറൊന്ന് അവയവങ്ങൾ, കലയെന്ന് പറയും, വിത്തൗട്ട് പാർട്സ്. അതിനെയും അവയവമൊന്നുമില്ലാത്ത അതിനെയും കലയെന്ന് പറയും. പിന്നെ വേറെ കലകളുണ്ടല്ലേ, 64 കലകൾ. എന്തൊക്കെയാ? കുറേ കലകളില്ലേ, വാദ്യം, സംഗീതം, നൃത്തം, പിന്നെ പല പല കലകൾ, അതും കലകളാണ്. അപ്പം നിഷ്കല എന്ന് പറഞ്ഞാൽ കലകളില്ലാത്തവൾ, അംശമില്ലാത്തവൾ എന്നൊക്കെ അർത്ഥം. അടുത്തത് ശാന്ത, ശാന്ത സ്വരൂപമായിട്ടുള്ളവൾ, ശാന്തിയോട് കൂടിയവൾ, ശാന്ത. അടുത്ത നാമം നിഷ്കാമ, കാമം, ആഗ്രഹം. അപ്പം കാമമില്ലാത്തവൾ
എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാണ് ദേവിക്ക് ആഗ്രഹമില്ലാത്തത്? ദേവിക്കെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ആഗ്രഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം എല്ലാം ഉള്ളവൾ എന്നർത്ഥം. നിഷ്കാമ, കാമമില്ലാത്തവൾ, ആഗ്രഹങ്ങളില്ലാത്തവൾ എന്നർത്ഥം. അടുത്ത നാമം നിരുപപ്ലവ. ഉപപ്ലവം എന്ന് പറഞ്ഞാൽ നാശം. അപ്പം നിരുപപ്ലവ എന്ന് പറഞ്ഞാൽ നിർഗതമായ ഉപപ്ലവമില്ലാത്തവൾ എന്ന് പറഞ്ഞാലോ നാശമില്ലാത്തവൾ. ജനനം ഉണ്ടെങ്കിലല്ലേ നാശമുള്ളൂ അല്ലേ? അപ്പം നാശമില്ലാത്തവൾ നിരുപപ്ലവ. അപ്പം ഈ ശ്ലോകത്തിൽ നിർലേപ കർമ്മബന്ധം തൊട്ട് തീണ്ടാത്തവൾ, നിർമ്മല അജ്ഞാനമാകുന്ന മാലിന്യമില്ലാത്തവൾ, പിന്നെ അടുത്തത് നിത്യ എന്ന് നിലനിൽക്കുന്നവൾ, നിത്യവും ഉള്ളവൾ എന്നർത്ഥം. നിരാകാര ആകാരമില്ലാത്തവൾ, നിരാകുല ആകുലതകൾ ദുഃഖമില്ലാത്തവൾ, നിർഗുണ ഗുണങ്ങൾക്ക് അതീതയായവൾ, നിഷ്കല കലകളില്ലാത്തവൾ, ശാന്ത ശാന്തസ്വരൂപമായിട്ടുള്ളവൾ, നിഷ്കാമ കാമമില്ലാത്തവൾ ആഗ്രഹമില്ലാത്തവൾ, നിരുപപ്ലവ നിർഗതമായ ഉപപ്ലവമില്ലാത്തവൾ, അതായത് നാശമില്ലാത്തവൾ. അപ്പോൾ ഈ ശ്ലോകം നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ. അടുത്ത ശ്ലോകം നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര. ഈ ശ്ലോകത്തിൽ 8 നാമങ്ങളുണ്ട്. നിത്യമുക്ത, നിർവികാര, നിഷ്പ്രപഞ്ച, നിരാശ്രയ, നിത്യശുദ്ധ, നിത്യബുദ്ധ, നിരവധ്യ, നിരന്തര. 8 നാമങ്ങൾ. നിത്യമുക്ത, എല്ലായ്പ്പോഴും മുക്തയായിട്ടുള്ളവൾ. അതായത് ബന്ധമുക്തയാണ്, ബന്ധങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ നിന്നെല്ലാം മുക്തയാണ്. എല്ലായ്പ്പോഴും മുക്തയായിട്ടുള്ളവൾ. ഇനി വേറൊരർത്ഥത്തിൽ ഭക്തന്മാർക്ക് മുക്തിയെ നൽകുന്നവൾ എന്നും എടുക്കാം. നിത്യമുക്ത, ഭക്തർക്ക് മുക്തിയെ നൽകുന്നവൾ എന്നും. നിർവികാര, വികാരരഹിതയായിരിക്കുന്നവൾ, വികാരമില്ലാത്തവൾ, നിർവികാര. ഇനി നിഷ്പ്രപഞ്ച, പ്രപഞ്ചത്തോട് കൂടാത്തവൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് അതീതയായവൾ. അടുത്തത് നിരാശ്രയ. നിരാശ്രയ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ആശ്രയിക്കാത്തവൾ, ആശ്രയമില്ലാത്തവൾ. ഇനി ദേവിക്ക് ആരുടെയും ആശ്രയം ഉണ്ടോ? ആവശ്യമുണ്ടോ? ഇല്ല. ദേവിക്കെല്ലാം ഉണ്ട്. ആരെയും ആശ്രയിക്കേണ്ട, തന്നെ ചെയ്യാൻ സാധിക്കും. അത്ര ശക്തിയുള്ളവളാണ്. അതുകൊണ്ട് ഇനി നിത്യശുദ്ധ, മലിനരഹിത, അതായത് അശുദ്ധിയൊന്നുമില്ലാത്തവൾ, എപ്പോഴും ശുദ്ധയായിരിക്കുന്നവൾ. നിത്യബുദ്ധ, നിത്യവും പ്രബുദ്ധയായിരിക്കുന്നവൾ, ബോധമുള്ളവൾ. നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ നമ്മൾക്ക് ബുദ്ധിയുണ്ടോ? ഇല്ല അല്ലേ? അതുപോലെയല്ല, ദേവി എപ്പോഴും ബോധമുള്ളവളായിരിക്കുന്നു. ദേവി പ്രബുദ്ധയാണ്. അതുകൊണ്ട് നിത്യബുദ്ധ എന്ന പേര്. നിരവധ്യ, അവധ്യങ്ങൾ ഇല്ലാത്തവൾ, നിർഗതമായ അവധ്യങ്ങളോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ ദോഷമില്ലാത്തവൾ എന്നർത്ഥം. ദോഷങ്ങളൊന്നുമില്ല ദേവിക്ക്. അതുകൊണ്ട് നിരവധ്യ. അവധ്യ എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ. ഇനി നിരന്തര, അന്തരമില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ, അന്തരം എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യത്യാസം അല്ലേ? അതായത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് നിരന്തര എന്ന് പേര്. വ്യാപിച്ചിരിക്കുന്നവൾ എന്നാണ് നിരന്തരായുടെ അർത്ഥം, അന്തരമില്ലാത്തവൾ. അപ്പോൾ ഈ ശ്ലോകത്തിൽ നിത്യമുക്ത, എല്ലായ്പ്പോഴും മുക്തയായിട്ടുള്ളവൾ, നിർവികാര, വികാരരഹിതയായിരിക്കുന്നവൾ, നിഷ്പ്രപഞ്ച, പ്രപഞ്ചത്തോടു കൂടാത്തവൾ, നിരാശ്രയ, ഒന്നിനെയും ആശ്രയിക്കാത്തവൾ, നിത്യശുദ്ധ, മലിനരഹിത അല്ലെങ്കിൽ അശുദ്ധിയില്ലാത്തവൾ, നിത്യബുദ്ധ, ബുദ്ധയായിരിക്കുന്നവൾ, ബോധമുള്ളവൾ, നിരവധ്യ, നിർഗതമായ അവധ്യങ്ങളൊന്നുമില്ലാത്തവൾ, ദോഷങ്ങളൊന്നുമില്ലാത്തവൾ, നിരന്തര, അന്തരമില്ലാത്തവൾ, വ്യാപിച്ചിരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ ശ്ലോകം നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര.
ഇനി നമ്മൾക്ക് ആദ്യം മുതൽ ഈ ശ്ലോകങ്ങളൊന്നും കൂടി വായിക്കാം. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്തസൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപക ശാംഭവി ശാരദാരാധ്യ സർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സാധ്വി ശരശ്ചന്ദ്രനിഭാനന ശാതോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര. ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. ഓം ശ്രീ ലളിതാദേവ്യൈ നമഃ. ഹരി ഓം.